ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അത്യാവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ് പ്രീവിയസ് നോളജ് അറിയാന്നുള്ളത്. ഒരു കുട്ടിക്ക് എന്താണ് പ്രീവിയസ് നോളജ് എന്ന് പറയാം? നമ്മളൊരു കണ്ടന്റ് പഠിക്കുന്നതിന് മുന്നേ വേണ്ട മിനിമം നോളജിനെ നമുക്ക് പ്രീവിയസ് നോളജ് പറയാം. ആ കുട്ടിക്ക് ഒരുപാട് നോളജ് ഉണ്ടാവാം, പക്ഷെ അതിൽ നമ്മുടെ ടോപ്പിക്കിലേക്ക്, നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിലേക്ക് ആവശ്യമുള്ള നോളജിനെയാണ് പ്രീവിയസ് നോളജ് എന്ന് പറയാം. അതിൽ തന്നെ പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നൊരു എലമെന്റ് കൂടിയുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, പ്രീ റിക്വസിറ്റ് വെച്ചാൽ അത് കൂടിയേ തീരും. എന്നുവെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഈ ടോപ്പിക്കിലൂടെ കടന്നു പോകാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതിനെ പ്രീ റിക്വസിറ്റ് എന്ന് പറയും. പ്രീവിയസ് നോളജ് വെച്ചാൽ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിക്കുള്ള മുന്നറിവുകളെല്ലാം പ്രീവിയസ് നോളജ് എന്ന് പറയാം. ആ പ്രീവിയസ് നോളജുകളെല്ലാം തന്നെ വേണ്ടി വരില്ല നമ്മുടെ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകാൻ. പക്ഷെ പ്രീ റിക്വസിറ്റ് ഇല്ലാതെ ക്ലാസ്സിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോ നമ്മൾ ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ, ഡിഗ്രി ലെവലിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുട്ടിക്ക് +2 ലെവലിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലെ നോളജ് ഉണ്ടായിരിക്കും എന്നാണ്. പക്ഷെ അത് ഉണ്ടാവണമെന്നില്ല. അതില്ലെങ്കിൽ ആ കുട്ടി അത് ക്ലാസ്സിൽ പിന്നോട്ട് പോകും. ഇത് മാത്സ് ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നമാവും, മാത്സ് പോലുള്ള സബ്ജക്റ്റിൽ എടുക്കുന്ന ടീച്ചേഴ്സിന്. പക്ഷേ മറ്റു ടീച്ചേഴ്സിന് ചിലപ്പോൾ അത് അത്ര തന്നെ ഫീൽ ചെയ്യില്ല. കാരണം അത് കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുട്ടിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടിക്ക് ഫോളോ ചെയ്യാൻ പറ്റാം. പക്ഷെ ഇങ്ങനെ ആവില്ല എല്ലാ കുട്ടികളുടെയും കേസ്. ഓക്കെ, അതുകൊണ്ട് പ്രീ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നടത്തി കുട്ടിക്ക് ഒരു മുന്നറിവ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനെന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ് ടീച്ചേഴ്സിനോട് പറയാറുണ്ട്. അത് ആ ഒരു രീതി അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ കോളേജ് ടീച്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷെ അത് എപ്പോഴും നല്ലൊരു രീതിയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏത് പുതിയ ടോപ്പിക് ആണെങ്കിലും അതിനെ കുറിച്ച് കുട്ടിക്ക് ഒരു ചോദ്യം ചോദിക്കുകയാണെന്ന രീതി തോന്നാത്ത രീതിയിൽ അവരുടെ കുട്ടികൾക്ക് ഒരു ജനറൽ അവയർനെസ് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടോ എന്നറിയാൻ ഒരു പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ പ്രീ റിക്വസിറ്റ് ടെസ്റ്റ് ചെയ്യണം നല്ലതാണ്. അങ്ങനെ ഡയഗ്നോസിസ് നടത്തുന്നത് നല്ലതാണ്. അപ്പൊ അതിനെ പറ്റി 1-2 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഈ ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം, നമുക്ക് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാള് മൈക്രോ ഓഫ് ചെയ്യാനുണ്ട്, സ്പീക്കറും ഓഫ് ചെയ്യാനുണ്ട്. ഹലോ, സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യണേ ഒന്നായിരുന്നു സ്പീക്കർ, കാരണം അവിടെ സ്പീക്കറിന്റെ സൗണ്ട് ഇവിടേക്ക് എക്കോ ആയിട്ട് വരുന്നു. ഓക്കെ, നമ്മള് കുട്ടികൾക്ക് ഈ ഒരു പ്രീവിയസ് നോളജ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നല്ലത്. ആ പ്രീവിയസ് നോളജ് ഉണ്ടോ തുടങ്ങുകയാണെങ്കിൽ നല്ലത്. അതിനുള്ളൊരു എളുപ്പ വഴി, നമ്മൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും 1-2 ചോദ്യങ്ങൾ മനസ്സിൽ കരുതുക. ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പക്ഷെ ഡിജിറ്റൽ നോളജ് കൂടി കുട്ടിക്ക് വേണം. ആ ഡിജിറ്റൽ ആഡ് ചെയ്യാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് നമ്മുടെ മൊഡ്യൂളിൽ ഉണ്ടാവണം. ഇപ്പൊ നാളെ മുതൽ നമ്മളൊരു മൊഡ്യൂളിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ മൊഡ്യൂളിന്റെ ആദ്യത്തെ സ്റ്റേജ് ഇതാണ്, പ്രീ റിക്വസിറ്റ് അല്ലെങ്കിൽ പ്രീവിയസ് നോളജ്. ഇങ്ങനൊരു എലമെന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ലേണറെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പ്രീ റിക്വസിറ്റും പ്രീവിയസ് നോളജും അത് ചെക്ക് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇതായിരുന്നു നമ്മുടെ 1ാമത്തെ ടോപ്പിക്. 2ാമത്തെ ടോപ്പിക് പറയാം, ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് എന്ന് പറയുന്ന ഒരു എലമെന്റ്. അത് നമുക്ക് ഒരു ചെറിയൊരു പ്രസന്റേഷനിലൂടെ പോവാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ക്ലാസ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ഒരു സാധാരണക്കാരനോട് ചോദിച്ചാൽ അയാളുടെ മറുപടി കുട്ടിക്ക് അറിവ് കിട്ടാൻ എന്നേ പറയും. അപ്പൊ ഈ കുട്ടികൾക്ക് കിട്ടുന്ന അറിവ് എങ്ങനെയാണ്? ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് കുട്ടി അറിഞ്ഞാൽ അത് അറിവാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ ഇതിന് നല്ലൊരു ഉത്തരമാണ് ബെഞ്ചമിൻ ബ്ലൂം പറഞ്ഞത്. അറിവ് എന്ന് അദ്ദേഹം പറയുന്നത് മനുഷ്യനിലെ എന്താ പറയാ, മനുഷ്യന്റെ സ്വഭാവ വ്യതിയാനമാണ് അറിവ് അല്ലെങ്കിൽ നോളജ് അല്ലെങ്കിൽ ലേണിംഗ് പഠനത്തെയാണ് നിർവചിക്കുന്നത്. കുട്ടിക്ക് ഉണ്ടാവുന്ന സ്വഭാവ വ്യതിയാനങ്ങളെ എല്ലാം ബിഹേവിയറൽ ചേഞ്ചസ്. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറയുന്നത് കുട്ടികളുണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ചസിനെ പഠനം എന്ന് പറയാം. ഈ പഠനം നടത്താനാണ് ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരാളല്ല ടീച്ചർ.
അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നു മനുഷ്യന്റെ സ്വഭാവ വ്യതിയാനം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്, 3 ഡൊമൈനുകളുണ്ട്. ബി എഡ് പണ്ട് പഠിച്ചിട്ടുണ്ടാവും. ബി എഡിന് പഠിച്ച ബി എഡ് കഴിഞ്ഞിട്ടുള്ള അധ്യാപകർക്ക് ഓൾറെഡി അറിയാം. നോളജ് ഡൊമൈൻ അഥവാ കോഗ്നിറ്റീവ് ഡൊമൈൻ, കോഗ്നിഷൻ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട. സൈക്കോമോട്ടർ ഡൊമൈൻ നമ്മുടെ ബ്രെയിനും എന്താ പറയാ മസിൽസും തമ്മിലുള്ള കോർഡിനേഷൻ കാണിക്കുന്ന ഏരിയയാണ് സൈക്കോമോട്ടർ ഡൊമൈൻ. തേർഡ് ഏരിയ എന്ന് പറയുന്നത് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകാരിക മണ്ഡലം എന്ന് മലയാളത്തിലാക്കാം. എന്തെല്ലാമാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഇതെല്ലാം വരുന്നത് 3ാമത്തെ ഡൊമൈനിലാണ്. ഇങ്ങനെ ഒരു പഠനം നടത്തിയത് 1960കളിലാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വളരെ റീസെന്റ് ആയിട്ട് അതിൽ റിവിഷൻ കൂടി വന്നിട്ടുണ്ട്. ആ റിവിഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്തെങ്കിലും കേൾക്കാവുകയോ കട്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒരാൾ മൈക്ക് ഓൺ ആക്കിയിട്ട് പറയണം. അതുവരെ മൈക്കും സ്പീക്കറും മൈക്കും ക്യാമറയും ഓഫ് ആണെങ്കിൽ നല്ലത്. ഓക്കെ. ടാക്സോണമി ഓഫ് ഒബ്ജക്റ്റീവ്സ് പറയുന്നതിൽ 3 ഡൊമൈനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കോഗ്നിറ്റീവ് ഡൊമൈൻ, അത് അറിവുമായി ബന്ധപ്പെട്ട. രണ്ടാമത്തെ സൈക്കോമോട്ടോർ ഡൊമൈൻ, മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ബ്രെയിനും മസിലും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സൈക്കോമോട്ടോർ ഡൊമൈൻ. 3ാമത്തെ അഫക്റ്റീവ് ഡൊമൈൻ, വൈകാരിക മണ്ഡലം, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന മണ്ഡലം. അപ്പൊ ഈ 3 മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടാവുകയാണ് പഠനം എന്നാണെങ്കിൽ ടീച്ചറുടെ ഡ്യൂട്ടി ഈ 3 മണ്ഡലങ്ങളിലും മാറ്റം ഉണ്ടാക്കുക തന്നെയാണ്. പക്ഷെ അതില് ഒന്നാമത്തെ ഡൊമൈനായിട്ടുള്ള കോഗ്നിറ്റീവ് ഡൊമൈനിൽ മാത്രമാണ് സാധാരണ ഒരു ടീച്ചർക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ എളുപ്പം. കാരണം അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അറിവുകളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള അറിവ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ടീച്ചർ ചെയ്യുന്നതെങ്കിൽ അത് പഠനത്തിന്റെ ഒരു 1/3 പാർട്ട് പോലും ആയില്ല. കാരണം ഈ അറിവ് എന്ന് പറയുന്നതിന് കോഗ്നിറ്റീവ് ഡൊമൈനിൽ തന്നെ പല തലങ്ങളുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഞാൻ അതിലേക്ക് വരാം. ബ്ലൂമിന്റെ ടാക്സോണമി നോക്കുക. അതില് ഇത് പഴയ ഒറിജിനൽ ടാക്സോണമിയിൽ കോഗ്നിറ്റീവ് മാത്രം എലമെന്റ് ആണ് പറയുന്നത്. അത് ഒരാള് മീറ്റിംഗിൽ ചേരാൻ നോക്കുന്നുണ്ട്. അനിൽ സാർ അത് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അഡ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്. ഇതിലെ കോഗ്നിറ്റീവ് ഡൊമൈനിലെ മാത്രം ഡെവലപ്മെന്റ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോളജ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഇതില് ഈ നോളജ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ബേസ് ആണ്. വെറും അറിവ്, ഒരു ഓർമ്മിച്ച് ഉത്തരം പറയാൻ പറ്റുന്ന എന്താണ് ഇതിന്റെ ഘടന എന്ന് ചോദിച്ചാൽ പറയാം. എന്താണ് കോശത്തിന്റെ കേന്ദ്രഭാഗം, ന്യൂക്ലിയസ് എന്ന് ഓർമ്മ മാത്രം പറയുന്നതാണ് നോളജ്. ആ ഒരു വാക്ക് അറിയുക അല്ലെങ്കിൽ ആ ഒരു വാചകം അറിയുക എന്ന് മാത്രമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ, അത് മറ്റൊന്നുമായിട്ടുള്ള വ്യത്യാസം തിരിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെ കോംപ്രിഹെൻഷൻ എന്ന് പറയും. ഒരാളെ കൂടി അഡ്മിറ്റ് ചെയ്യട്ടെ. രണ്ടാമത്തെ സ്റ്റേജ് ആണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേജ് ആപ്ലിക്കേഷൻ. ഈ നേടിയ അറിവുകളെ പ്രയോഗിക്കാൻ മറ്റൊരു ഫോർമുല അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു. ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഫോട്ടോസിന്തസിസ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി ചെടി നടുമ്പോൾ അത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നടണം എന്നുള്ള ഒരു അറിവ്, ആ അറിവിനെ പ്രയോഗിക്കാൻ തലത്തിൽ ചെയ്യാൻ പറ്റുന്നു. അനാലിസിസ്, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്ന് പരിശോധിച്ച് വേർതിരിച്ച് പരിശോധിച്ച് ആ ഒരു തലത്തിലേക്ക് നോളജിനെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അനാലിസിസ്. ഒരു ഘടന പഠിച്ചാൽ ആ ഘടന മറ്റൊരു ഘടനയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കോംപ്രിഹെൻഷനായി, അതിനെ പ്രയോഗിക്കാൻ കഴിയുമ്പോൾ അപ്ലിക്കേഷനായി, അതിലെ ഓരോ കണ്ടന്റും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ കുട്ടി അനാലിസിസ് ലെവലിലെത്തി. ഒരു പുതിയ ഡിസൈൻ കൊടുക്കാൻ പറ്റുമ്പോൾ കുട്ടി സിന്തസിസ് ലെവലിലേക്ക് നോളജിനെ നോക്കുക. ഞാൻ പഠിക്കുന്ന അറിവൊക്കെ ശരിയാണോ തെറ്റാണോ? കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം ശരിയാണെന്നുള്ള തലത്തിൽ നിന്ന് മാറി കുട്ടി ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിഷൻ തുടങ്ങി ഇവാലുവേഷൻ. ഞാൻ പഠിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ തിരിച്ചറിയാം. ഹലോ ഹലോ, സ്ലൈഡ് പോയല്ലോ സാർ.
സ്ലൈഡ് കാണുന്നില്ല. ഷെയറിംഗിൽ തന്നെയാണോ ഉള്ളത്? സ്ക്രീൻ ഷെയറിംഗിലാണോ ഉള്ളത്? കാണുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. ഓക്കെ. യെസ്. അപ്പൊ അവിടെയുള്ള എന്തൊരു ചെറിയ പ്രശ്നമാണ് സാർ. ഓക്കെ. അപ്പോൾ നോളജ് കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻസ്, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ, ഇതിലൊരു കുട്ടിയുടെ നോളജ് ലെവൽ നമ്മൾ ഇവാലുവേഷൻ വരെ ഉയർത്താൻ പറ്റണം. നമ്മൾ പഠിക്കുന്ന ഇപ്പൊ രണ്ടാം ലോക മഹായുധം പഠിക്കുന്ന കുട്ടിക്ക് അതിന്റെ ഫാക്റ്റും അതിന്റെ ഡേറ്റുകളും ഒക്കെ അറിയണമെങ്കിൽ നോളജ് ലെവലിലാണ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുധവും ഒന്നാം ലോക മഹായുധം തമ്മിൽ വ്യത്യാസമുള്ള കുട്ടിക്ക് വേർതിരിച്ച് പറയാൻ പറ്റും. ഇന്നത്തെ സാഹചര്യത്തിൽ രണ്ടാം ലോക മഹായുധം വരികയാണെങ്കിൽ അത് എങ്ങനെയൊക്കെ നമ്മുടെ സിസ്റ്റത്തെ തകർക്കാം എന്ന് കുട്ടിയോട് ചോദിച്ച ഉത്തരം പറയാൻ പറ്റുന്ന കുട്ടി അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരും. ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത അന്നുണ്ടായിരുന്നത് പോലെ ഇന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറയുമ്പോൾ കുട്ടി ഇന്നത്തെ സൊസൈറ്റിയെ അനലൈസ് ചെയ്തുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റും. രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അത് എന്താണ് എന്ന് അത് അന്ന് സംഭവിച്ച കുട്ടിക്ക് അറിയാം. അത് ഇന്നാണ് സംഭവിക്കുന്നതെങ്കിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നൊരു ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ പറഞ്ഞാൽ കുട്ടി സിന്തസിസ് ലെവലിലെത്തി. ഇനി യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് ശരിയാണോ തെറ്റാണോ? യുദ്ധങ്ങൾ നല്ലതിനാണോ മോശമാണോ? യുദ്ധം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം എന്താണ്? ഇത് പരിശോധിച്ചുകൊണ്ട് ഇനി ഒരു യുദ്ധം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു ധാർമ്മികത അതിനെക്കുറിച്ച് വിലയിരുത്താൻ പറഞ്ഞാൽ അത് ഒരു ഇവാലുവേഷൻ ലെവലിലേക്ക്. ഇങ്ങനെ പല തലങ്ങളിലായിട്ട് നമുക്ക് ഇതിനെ ഒരു ടീച്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അഡ്മിറ്റ് ചെയ്തോട്ടെ. ഓക്കെ സർ, മൈക്കും നമ്മുടെ ക്യാമറകളും ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. ഏതെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഓൺ ചെയ്യാം, തനത്താൻ ഓൺ ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഈ കോഗ്നിറ്റീവ് ഡൊമൈൻ മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്. ഇതേപോലെ മറ്റ് 2 ഡൊമൈനുകൾ കൂടിയുണ്ട്. സൈക്കോമോട്ടർ ഡൊമൈൻ, അതിനും പല തലങ്ങളുണ്ട്. ഇപ്പൊ ഈ തലങ്ങൾ പോലെ തന്നെ സൈക്കോമോട്ടർ ഡൊമൈനിന് ചില തലങ്ങളുണ്ട്. ഇപ്പൊ ഈ തലങ്ങളൊക്കെ നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റൽ ലേണിംഗിൽ നടക്കുമെന്ന് കൂടി ആലോചിക്കണം നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ. ഇതൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും. നമുക്ക് ഈ 6 തലങ്ങളിൽ എത്താൻ പറ്റും. ഇത് തന്നെ 1950s ടാക്സോണമിയാണ്. ഇതിലൊരു റിവിഷൻ ഞാൻ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ റിവിഷൻ കൂടി നമുക്ക് കാണാം. റിവൈസ്ഡ് ടാക്സോണമിയിൽ എന്താണുള്ളതെന്ന് കാണാം. റിവൈസ്ഡ് ഓൾഡ് ടാക്സോണമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ നോളജ് കോംപ്രിഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ ആണെങ്കിൽ റിവൈസ്ഡ് ടാക്സോണമിയിലുള്ള ഒരു വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നോളജിന് പകരം അദ്ദേഹം റിമെമ്പറിംഗ് ഉപയോഗിച്ചു. ഏതാണ്ട് സെയിം തന്നെ. കോംപ്രിഹെൻഷൻ, അണ്ടർസ്റ്റാൻഡിംഗ് ഉപയോഗിച്ചു. അപ്ലിക്കേഷന് ഇത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂമിന്റെ ശിക്ഷയിലാണ് പിന്നെ ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അപ്ലൈ എന്നുള്ള ടേം ഉപയോഗിച്ചു. അതുകൊണ്ട് വലിയ മാറ്റങ്ങളില്ല. പക്ഷെ ഇനിയുള്ള ഒരു രീതി മാറ്റമുണ്ട്. ഇവാലുവേഷൻ എന്നുള്ള പൊസിഷനിലേക്ക്, ഇവാലുവേഷൻ എന്ന് പറയുന്ന പൊസിഷൻ കുറച്ചുകൂടി താഴ്ത്തിക്കൊണ്ട് സിന്തസിസ് ചെയ്യണമെങ്കിൽ സിന്തസിസിനേക്കാളും അല്ലെങ്കിൽ ഇവാലുവേഷനേക്കാളും ഹയസ്റ്റ് ആയിട്ടുള്ള കോഗ്നിഷൻ എബിലിറ്റിയാണ് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് കൊണ്ട് ക്രിയേറ്റിവിറ്റി ഹയസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇതാണ് ഒരു ചേഞ്ച് ഉള്ളൂ. നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. അത്രയും വേണ്ടത് നമുക്ക്. ഇതിന്റെ എന്താ പറയാ, വളരെ കൃത്യമായിട്ടുള്ള തിയററ്റിക്കൽ സൈഡിലേക്ക് ഒന്നും പോകണ്ട. നമ്മുടെ ക്ലാസ് കൊണ്ട് കുട്ടി നമ്മുടെ ടോപ്പിക്കിൽ ഒരു ക്രിയേറ്റിവിറ്റി ലെവലിലേക്ക് ഉയർത്താൻ കഴിയുന്നു, അതോ നമ്മുടെ ക്ലാസ് റിമെമ്പറിംഗ് ലെവലിലാണോ നിൽക്കുന്നത് എന്ന് മാത്രം ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഇനി ഇതൊക്കെ വേണമെങ്കിൽ പോയിക്കോട്ടെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ് ഉണ്ട്. ഫാക്ച്വൽ നോളജ്, പ്രൊസീജിയറൽ നോളജ് എന്നൊക്കെ പറഞ്ഞ നോളജ് ഉണ്ടെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ വിട്ടോട്ടെ. ഇനി എനിക്ക് അറിയേണ്ടത് നമ്മുടെ കോഗ്നിറ്റീവ് ഡൊമൈനാണ്. കോഗ്നിറ്റീവ് ഡൊമൈനിലെ സൈക്കോമോട്ടർ ഡൊമൈനിലാണ്. സൈക്കോമോട്ടർ ഡൊമൈനിലെ നമുക്ക് നേടുന്ന നോളജ് ഒക്കെ ബോഡിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു സയൻസ് സ്റ്റുഡന്റ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഫിംഗർ മൂവ്മെന്റുകളൊക്കെ വളരെ കറക്റ്റ് ആവണം. ഒബ്സർവേഷൻ ചെയ്യുമ്പോൾ നല്ല കീൻ ഒബ്സർവേഷൻ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ സ്കില്ലുകളിലേക്ക്, നമ്മുടെ നോളജ് പഠനം സ്കില്ലുകളിലേക്ക് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു രീതിയായി മാറണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡൊമൈൻ. അപ്പൊ ഇവിടെ നമ്മൾ ഡിജിറ്റൽ ടാക്സോണമിയുടെ കാര്യം കൂടി ഡിജിറ്റൽ വേൾഡിന്റെ കാര്യം കൂടി ആലോചിക്കണം. നമ്മുടെ ഒരു ഡിജിറ്റൽ വേൾഡില് നമുക്കിത് പോസിബിൾ ആണ്. ഡിജിറ്റൽ വേൾഡിലെ ഡിജിറ്റൽ ലേണിംഗില് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ, ഒരു സർജറി പഠിപ്പിക്കുന്ന മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ സംബന്ധിച്ച് ആ സർജറിയാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റിന്റെ ഏറ്റവും ഹയസ്റ്റ് ലേണിംഗ്.
അപ്പൊ ആ സർജറിയുടെ സ്കില്ല് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഓൺലൈൻ ലേണിംഗ് കൊണ്ട് പറ്റും. അപ്പൊ കുറെ ലിമിറ്റേഷൻസ് കൂടി നമ്മുടെ ഓൺലൈൻ ലേണിംഗിന്റെ ലിമിറ്റേഷൻസ് കൂടി തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഈ ഓൺലൈൻ ലേണിംഗ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ എതിർപ്പ് അതാണ്. മൂക്കുകളൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ എതിർപ്പ്. ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ഇല്ലാതെ ഇപ്പോൾ തിരിച്ചാണ് സംഭവിക്കുക. പണ്ട് ബാങ്കിങ്ങില് കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ധാരാളം ഓപ്ഷൻസ് ആണ് അതിൽ വന്നത്. ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഗൂഗിൾ ടെസ്റ്റ് ഒക്കെ പറയുന്ന ഒരുപാട് ബാങ്കിങ് രീതികൾ വന്നു. നമ്മുടെ ബാങ്കിലെ ജീവനക്കാരുടെ സ്കില്ലുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അവിടെയുള്ള വളരെ ഓൾഡ് ജനറേഷൻ ആൾക്കാർ പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. അവർ പഴയ ലെഡ്ജർ എടുത്ത് കണക്കെഴുതുന്നവർ. അതേപോലെ ടീച്ചിങ് ഫീൽഡിൽ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. ഈ ഓൺലൈൻ ലേണിംഗില് ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഈ സ്കില്ലുകൾക്ക് പോലുള്ള പ്രാധാന്യം മെഡിക്കൽ കോളേജിലെ പ്രൊഫസേഴ്സ് കാണുന്നുണ്ട്. അവര് വെർച്വൽ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് സർജറിക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. പ്രാക്ടീസ് മാത്രമാണ് കേട്ടോ. ഒറിജിനൽ വർക്കിലേക്ക് വരണേക്ക് മുന്നേ എന്തായാലും കോൺടാക്ട് ക്ലാസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ ഗ്രൂപ്പിലേക്കാണ് ക്ലാസ് വരിക, മാസീവ് ആയിട്ടല്ല. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് അല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വരിക, കുറച്ചുകൂടി ചെറിയ ഗ്രൂപ്പിലേക്ക് 15 പേർക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് വരിക. പക്ഷെ ടീച്ചറുടെ സ്കില്ല് കുട്ടിക്ക് ഈ ആക്ച്വൽ സ്പെസിമെനിലേക്ക് അല്ലെങ്കിൽ ആക്ച്വൽ സർജറിയിലേക്ക് കുട്ടി വരുന്നതിന് മുന്നേ തന്നെ ആ സ്കില്ലുകളെല്ലാം ഡിജിറ്റലി നേടിയെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആക്ച്വൽ സർജറി പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ബെനിഫിറ്റ് ആണ് അവിടെയുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. ടീച്ചർ അതിനെപ്പറ്റി ടൂൾസ് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ടീച്ചർക്കുള്ള സാധ്യത കൂടുതലാണ്. ടീച്ചറുടെ സ്കില്ല് വ്യത്യാസം വരുന്നുണ്ട്. ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ സ്കില്ല് വ്യത്യാസം വരുന്നുണ്ട്. പഴയ ബ്ലാക്ക് ബോർഡും ചോക്കും മാത്രം ഉപയോഗിച്ചിരുന്ന ടീച്ചർക്ക് മറ്റൊരുപാട് ടൂളുകൾ കൂടി ഉപയോഗിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തു വരും. ഞാൻ എൻ്റെ ഒരു അധ്യാപകരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകുന്നതാണ് പറഞ്ഞത്. അതല്ല അതിന്റെ ശരി. ഈ ഫീൽഡ് വിട്ട് പോയിട്ട് വേറെ എന്തെങ്കിലും കൃഷിയോ തോട്ടോ പ്ലാന്റേഷനോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ എന്തും തുടങ്ങാം ടീച്ചർക്ക്. ദാറ്റ്സ് ആണ് സത്യം. പക്ഷേ ടീച്ചർ ഇതിൽ എക്യുപ്ഡ് ആയി കഴിഞ്ഞാൽ ടീച്ചർക്കുള്ള ഓപ്പർച്യൂണിറ്റി വല്ലാതെ കൂടുകയാണ് ചെയ്യാം. ചെറിയ നമ്മുടെ കോളേജുകളിലെയൊക്കെ സാധ്യതകൾ എൻഹാൻസ് ചെയ്യും. നമ്മുടെ കോളേജുകളിലുള്ള കുട്ടികൾക്കും ഇത്തരം ഡെവലപ്മെന്റുകൾക്കുള്ള സാധ്യത കൂടും. അപ്പൊ ഈ സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ അഡ്രസ്സ് ചെയ്യേണ്ട, ഓൺലൈൻ ലേണിംഗിൽ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രമുഖ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിന് എഗെയിൻസ്റ്റ് ആയും മൂക്കിന് എഗെയിൻസ്റ്റ് ആയും എന്നാൽ ഡിജിറ്റൽ ലേണിംഗിൽ ആയിട്ടും നിൽക്കേണ്ട ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഡിജിറ്റൽ ലേണിംഗിൽ ഇത്തരം ഈവൻ സൈക്കോമോട്ടർ ഡൊമൈനുകളിലേക്ക് പോലും എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഡിവൈസുകൾ ഡെവലപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോർസെപ്സ്, സിസേഴ്സ്, എക്സ്പെരിമെന്റൽ ടൂൾസ്, ഡിസെക്ഷനുള്ള ടൂൾസ് ഇതെല്ലാം ഡിജിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കും. റോബോട്ടിക് സർജറി തന്നെ വരികയാണ്. കാരണം വെച്ചാൽ ഇനി മനുഷ്യൻ ചെയ്യേണ്ടത് മൗസുകളുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫിംഗറുകളുടെ മൂവ്മെന്റ് ആണ്. സർജറി അവിടെ ആക്ച്വലി ചെയ്യുന്നത് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള മെഷീനാണ് എന്ന രീതിയിലേക്ക് സൈക്കോമോട്ടോർ ഇത് മറ്റേ എഞ്ചിനീയറിംഗ് മേഖലയിൽ, മെക്കാനിക്കൽ മേഖലയിൽ പറയണ്ട. കാരണം അവിടെ റോബോട്ടുകളുടെ സാധ്യത വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന എഞ്ചിനീയറുടെ മൂവ്മെന്റ് ഫിംഗർ മൂവ്മെന്റുകളായിട്ട് മാറും. ആക്ച്വലി കാറിന്റെ എഞ്ചിന്റെ മീതെ വർക്ക് ചെയ്യുന്നത് റോബോട്ടുകളായിട്ട് മാറും. അപ്പോൾ അതിനൊരു സാധ്യത കാണുമ്പോൾ നമ്മുടെ ലേണിംഗിലും ഈ ഒരു പ്രത്യേകത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഏത് സബ്ജക്റ്റിലായാലും, ഈവൻ ഇൻക്ലൂഡിങ് ലാംഗ്വേജ് ഓർ ഹിസ്റ്ററി, ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളിലൊക്കെ ഈ സൈക്കോമോട്ടർ ഡൊമൈൻ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇനി അഫക്റ്റീവ് ഡൊമൈൻ, ഇതിന്റെ കാര്യത്തില് നമ്മളിപ്പോ ഈ ഓൺലൈൻ കാണുമ്പോൾ പോലും എനിക്ക് തോന്നുന്നില്ല എന്റെ ഇമോഷൻസ് സ്റ്റുഡന്റിന് കിട്ടും. സ്റ്റുഡന്റിന്റെ ഇമോഷൻ റിസീവ് ചെയ്യാൻ അധ്യാപകന് പറ്റും. അതിന് ഒരുപക്ഷെ നമ്മള് ഡിജിറ്റൽ എന്താ പറയാ എറയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നവരായിരിക്കും. പുതിയ കുട്ടികൾക്ക് ചിലപ്പോ ഇപ്പൊ ടിക്ടോക്കിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ടിക്ടോക്ക് മെസ്സേജ്, കരയുന്ന മെസ്സേജ് അങ്ങോട്ട് വിടും. അവളുടെ കാമുകൻ അവിടെ നിന്ന് ടിക്ടോക്കിൽ കരയുന്ന ഒരു മെസ്സേജ് ഇങ്ങോട്ട് വിടും. അപ്പൊ ഇത് മതി അവർക്ക് ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ താഴെയുള്ള ഇമോജികൾ വെച്ചിട്ട് ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ തലമുറ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഡിജിറ്റൽ തലമുറ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അവിടെ ചിലപ്പോൾ ഇത് ഓവർകം ചെയ്യുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്റെ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇമോഷൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ഈ ഡിജിറ്റൽ വേൾഡ് കുറച്ച് പിന്നിലാണ്. അതുകൊണ്ട് തന്നെ അഫക്റ്റീവ് ഡൊമൈൻ, ലാസ്റ്റ് ഡൊമൈൻ ആയിട്ട് ബ്ലൂം പറഞ്ഞ അഫക്റ്റീവ് ഡൊമൈനിൽ നിൽക്കാൻ നമുക്ക് ഈ ഡിജിറ്റൽ വേൾഡ് കൊണ്ട് അഫക്റ്റീവ് ഡൊമൈനിൽ എന്തൊക്കെയാണ് വരിക എന്ന് പറയാം. ഒന്ന് വാല്യൂസ് ഡെവലപ്പ് ചെയ്യണം, ട്രൂത്ത്, ബ്യൂട്ടി, ഗുഡ്നെസ്. ദെൻ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണം, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ സബ്ജക്റ്റിനോട്, മാത്സ് ആണെങ്കിൽ മാത്സ്, സയൻസ് ആണെങ്കിൽ സയൻസ്, സയന്റിസ്റ്റുകളോട്. ഇത്തരം മൂല്യങ്ങൾ, മനോവിചാരങ്ങൾ, ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന
ഒരു ലേണിംഗ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പണ്ട് 1950s പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ BEd കുട്ടികൾ ഇത് മനസ്സിലാക്കുമ്പോഴും നമ്മുടെ കോളേജ് അധ്യാപകർക്ക് പക്ഷെ റിഫ്രഷർ കോഴ്സുകളിലൊക്കെ കടന്നു വരും. പക്ഷെ റിഫ്രഷർ കോഴ്സുകളൊക്കെ നമുക്ക് അറിയാലോ, ഒരു സ്റ്റേജ് കടക്കാനുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത് കൊണ്ട് ഓറിയന്റേഷൻ റിഫ്രഷർ കോഴ്സുകൾക്കുള്ള ഒരു പരിമിതിയുണ്ട്. അപ്പൊ ഇത്തരം ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോവുക എന്ന് മാത്രമാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഞാൻ ഒബ്ജക്റ്റീവ്സ് പറയുന്ന ടോപ്പിക് ഇവിടെ വിടാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു നമുക്ക് ആകെ 30 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്രയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാമോ? ഞാൻ ചാറ്റ് വിൻഡോ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. സർ, അപ്പൊ ഈ കുട്ടികളും വെൽ എക്യുപ്ഡ് ആവണ്ടേ ഇത്തരം കാര്യങ്ങളിലേക്ക്? നമ്മൾ തന്നെ ഇപ്പൊ ഒരുപാട് നാളെടുത്തിട്ടാണ് ഇത് പഠിക്കുന്നത്. അപ്പൊ കുട്ടികള് ഇതിലേക്ക് കൊണ്ടുവരാൻ കുറെ നമ്മൾ സമയം എടുക്കില്ലേ? ഞാൻ തിരിച്ചാ തോന്നുന്ന ടീച്ചർ എനിക്ക്. കാരണം കുട്ടികൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആണ് ഡിജിറ്റൽ കാര്യങ്ങൾ പഠിക്കാൻ. മറ്റു കാര്യങ്ങൾ പഠിക്കാൻ കുട്ടികൾ ചിലപ്പോൾ നമ്മളെയൊക്കെ ടൈം എടുത്തേക്കാം. പക്ഷെ ഡിജിറ്റൽ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെയൊക്കെ വളരെ ഫാസ്റ്റാണ് കുട്ടികൾ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം 1.5 ലക്ഷം 2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയ ചെറിയ കുട്ടികളുണ്ട്. അവരത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് തോന്നും വളരെ ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. ടിക്ടോക്കിൽ വരുന്ന വീഡിയോസിന് ഞാൻ ഇന്നലെ കണ്ടൊരു യൂട്യൂബ് വീഡിയോ ആണ്. ടിക്ടോക്കിൽ വരുന്ന വീഡിയോയ്ക്ക് അയാൾ മറുപടി പറയാണ്. അയാൾ ആകെ ചെയ്യുന്നത് അയാൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഒരു ടിക്ടോക്ക് വീഡിയോ എടുക്കുന്നു, അതിന് അയാളുടെ റിയാക്ഷൻ പറയുന്നു. എന്ത് പണ്ടത്തിലാണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അയാൾ റിയാക്ഷൻ എടുക്കുന്നു, അയാൾ യൂട്യൂബിലിടുന്നു. ഈ യൂട്യൂബ് ചാനലാണ് കയറി ഹിറ്റായി വെച്ചാൽ മില്യൺസ് ആണ് ഇപ്പൊ അയാളുടെ വ്യൂവേഴ്സ് അതിന്റെ ലൈക്സ്. അയാൾക്ക് ആ യൂട്യൂബ് ചാനൽ കൊണ്ട് തന്നെ നമ്മളൊരു മാസം ഏൺ ചെയ്യുന്ന പൈസയൊക്കെ കൂടുതൽ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോ അയാളുടെ ചാനൽ അയാൾ ഡെവലപ്പ് ചെയ്ത് പോയുള്ളൂ. അയാൾക്ക് ഓൾറെഡി ലോക്ക്ഡൌണിന് മുന്നേ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ആ ജോലി പോലെ നിർത്തി വെച്ചുകൊണ്ട് അയാൾ ഇതിലേക്ക് വരും. അയാൾക്ക് ഏതാണ്ട് ഒരു 24 വയസ്സായിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഏതെങ്കിലും ഒരു എന്താ പറയാ DTP സെന്ററിലോ മറ്റോ ഈ ഫോട്ടോഷോപ്പും വീഡിയോസും ഒക്കെ എഡിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാമറകളിലേക്ക് ബാക്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു തോന്നുന്നു. അയാളുടെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് അയാളുടെ ക്യാമറയും ലാപ്ടോപ്പും ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ്. നമുക്ക് ഇപ്പൊ ആലോചിക്കാൻ കഴിയില്ല കുട്ടികൾ ഇപ്പൊ എങ്ങനെയൊക്കെ. ഇപ്പൊ എന്റെ ഒരു കൊളീഗിന്റെ മകൻ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ടീച്ചേഴ്സ് എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നാണ് അവന്റെ ടോപ്പിക്. അതിന്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടത്, ടീച്ചേഴ്സ് എങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. കുട്ടികൾ നമ്മളെക്കാൾ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ് ഡിജിറ്റൽ വേൾഡിലേക്ക് വരാൻ. പക്ഷെ അവർക്ക് ഡിവൈസുകളുടെ കാര്യത്തില്, കാരണം എക്കണോമിക്കലി പല സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ജനവിഭാഗമാണ് നമ്മുടെ. അപ്പൊ അവരുടെ കയ്യിലുള്ള ഡിവൈസുകളിൽ വ്യത്യാസമുണ്ട്. ഈവൻ ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു ഏതാണ്ട് അട്ടപ്പാടി ഭാഗത്ത് വന്നിരുന്ന ഒരു കുട്ടിയുടെ ഒരു കാര്യം ഞാൻ പറയാം. ആ കുട്ടിയുടെ കയ്യിൽ ഫീച്ചർ ഫോണാണുള്ളത്. പക്ഷെ ആ ഹോസ്റ്റലിൽ നിന്ന് കുട്ടി പോകുന്ന സമയം കൊണ്ട് കുട്ടി സ്മാർട്ട് ഫോണിൽ എക്സ്പെർട്ട് ആയിട്ടാണ് പോകുന്നത്. ആ കുട്ടി ഉപയോഗിക്കുന്നത് സ്വന്തമായിട്ട് അപ്പോഴും സ്മാർട്ട് ഫോൺ ഇല്ല. കാരണം ആ കുട്ടി കൂട്ടുകാരികളുടെ സ്മാർട്ട് ഫോണിലാണ് എക്സ്പെർട്ടൈസ് ആവുന്നത്. കുട്ടികളുടെ കയ്യിൽ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതായത് എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി, അവർക്ക് സ്വന്തം ഫോൺ വേണമെന്നില്ല, അവർ വളരെ ഫാസ്റ്റ് ആയിട്ട് അത് എക്യുപ്പ് ആവും. നമ്മളാണ് കുറച്ച് പിന്നിൽ നിൽക്കുന്നത്. നമുക്ക് കയറി വരാൻ പറ്റും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷെ ഞാനിപ്പോ പറഞ്ഞു വന്നതല്ല, നമ്മുടെ ഡിജിറ്റൽ വേൾഡിന് ഒരു പരിമിതി ഉള്ളത് നമ്മുടെ ലേണിംഗ്, പഠനം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നോളജ് മാത്രമല്ല, അല്ലെങ്കിൽ കോഗ്നിഷൻ മാത്രമല്ല, നമുക്ക് അവിടെ അഫെക്ഷനും സൈക്കോമോട്ടറും ഉണ്ട്. അപ്പൊ അതിൽ സൈക്കോമോട്ടർ ഒരു പരിധി വരെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ചില ഡിജിറ്റൽ ഡിവൈസുകൾ, പക്ഷെ നമ്മുടെ ഫീലിങ്ങുകൾ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഡിജിറ്റൽ ഡിവൈസുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്ര വോയിസും എത്ര വീഡിയോയും ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പരസ്പരം ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട് കല്യാണം വരെ നടക്കുന്ന ഒരു കാലത്ത് ചിലപ്പോൾ ഡിജിറ്റൽ ഡിവൈസുകൾ അഫക്റ്റഡ് ഡൊമൈൻ നന്നാക്കാനും ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ചിലപ്പോൾ പറ്റുന്നുണ്ടാകാം. പക്ഷെ അതിനെ നമ്മളാണ് എക്യുപ്പെടുക. എങ്ങനെയാണ് വാല്യൂസ് ഈ ഡിജിറ്റൽ ഡിവൈസിലൂടെ കൊടുക്കാൻ പറ്റുക, അത് അറിയില്ല നമുക്ക്. നമ്മുടെ ഫീലിംഗ് നേരിട്ട് ഒരു കുട്ടിയോടെ എക്സ്പ്രസ് ചെയ്യുന്ന പോലെ കുട്ടി ഇങ്ങോട്ട് ഒരു മോശ സ്വഭാവം കാണിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് കുട്ടിയുടെ ആ സ്വഭാവം മാറും, ആ മോശ സ്വഭാവം മാറും. അത് നമുക്ക് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടി ചിലപ്പോ നമുക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുട്ടി കാലിന്റെ മേലെ കാല് കെട്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡെസ്കിന്റെ മേലെ കാല് കെട്ടിച്ചിരിക്കുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഇരിക്കുന്ന ഈ പൊസിഷന്റെ പകരം കാലൊക്കെ മേശപ്പുറത്തേക്ക് കയറ്റി വെച്ചിട്ട് കുട്ടി ഇരിക്കുകയാണെങ്കിൽ
അത് നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഫീലിംഗ് കുട്ടി മനസ്സിലാക്കി കുട്ടി ഒരു ഡിസിപ്ലിൻ ബിഹേവിയർ ക്ലാസ്സിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടി എങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഇപ്പൊ അടുത്ത ദിവസം വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ഉണ്ട്. ടീച്ചറുടെ എക്സ്പെക്ടേഷൻ കുട്ടി വളരെ ഒബീഡിയന്റ് ആയിട്ട് ലാപ്ടോപ്പിന് മുന്നിൽ അല്ലെങ്കിൽ മൊബൈലിന് മുന്നിൽ ഇരിക്കുന്നതാണ്. അതങ്ങനെയാണല്ലോ, കുട്ടി ചിലപ്പോൾ തലകുത്തി ഇരുന്നിട്ടാവും മൊബൈലിൽ ഇരുന്ന് കാണുന്നത്. പക്ഷെ മൊബൈലിൽ കാണുമ്പോൾ കുട്ടിയുടെ മുഖം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ടീച്ചർ പ്രതീക്ഷിക്കുന്നു നല്ല ഒബീഡിയന്റ് ആയിട്ട് കുട്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് വാല്യൂസ് പറയുന്ന ഒരു എലമെന്റ് നമ്മുടെ മുന്നിൽ ഇപ്പോഴും, എന്റെ മുന്നിൽ ഇപ്പോഴും ചലഞ്ചാണ്. പക്ഷെ യങ്ങർ ടീച്ചേഴ്സ് ഇത് ചിലപ്പോ ഓവർകം ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. ശരി സാർ. ഓക്കെ, വൺ സെക്കൻഡ്. നമ്മൾ അടുത്ത ഒരു ടോപ്പിക് പറഞ്ഞത് ഈ ഒബ്ജക്റ്റീവുകൾ അനുസരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമുക്കറിയാം. മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ, എസ്സേ, ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് മാത്രമല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, മാച്ചിങ് ടൈപ്പ്, ട്രൂ ഓർ ഫോൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്, അങ്ങനത്തെ ഒക്കെ ഉണ്ട് നമുക്കറിയാം. അതിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ നമ്മുടെ LMS ഇട്ടിട്ടുള്ള വലിയ നോട്ടിലുണ്ട് അതിന്റെ രീതിയൊക്കെ. നമ്മൾ പക്ഷെ ഇത്രയൊക്കെ തിയറി പറഞ്ഞാലും അതൊക്കെ എപ്പോഴും തെറ്റായിട്ട് കാണുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. പെട്ടെന്ന് കാണുന്ന ഒന്ന് രണ്ട് തെറ്റുകൾ ഞാൻ പറയാം. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു ഡാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ ചോദിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടിരിക്കുക. ഐ മീൻ ഒബ്ജക്റ്റീവ് ആയിട്ടിരിക്കുക. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഓഫ് ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ദാറ്റ് ഈസ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വൺ വേർഡ് ആൻസർ ആണ്. ഓക്കെ, താഴെ ഓപ്ഷൻ ഇട്ടോളൂ. ബാംഗ്ലൂര്, മൈസൂര്, കാശ്മീര്, ഡൽഹി, 4 ഓപ്ഷൻ ഇട്ടുള്ളൂ. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഒബ്ജക്റ്റീവ് വരുന്നത്? ഒബ്ജക്റ്റീവ് ടൈപ്പിന്റെ എല്ലാം നാച്ചുറൽ ഉണ്ട്, ബട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഒബ്ജക്റ്റീവ്. ബിക്കോസ് അതിൽ ഓരോ കുട്ടിയുടെ സബ്ജക്റ്റിവിറ്റി ഉണ്ടാവും. ഒരു കുട്ടിക്ക് കാശ്മീരാണ് ഭംഗി തോന്നുന്നത്, ഒരു കുട്ടിക്ക് ഡൽഹിയാണ് ഭംഗി തോന്നുന്നത്. ഭംഗിക്കുള്ള ഭംഗി എന്ന് പറയുന്നത് സബ്ജക്റ്റീവായിട്ട് മാറും. അപ്പൊ ഒബ്ജക്റ്റിവിറ്റി ഉറപ്പുവരുത്തുന്ന ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളെല്ലാം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമേ എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ ചില നിയമങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ ഡാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ചില റൂളുകളുണ്ട്. ആ റൂളുകൾ ജസ്റ്റ് വായിച്ചു, അത് നമുക്കറിയാം, അത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിന്റെ മറ്റേ എലമെന്റ്, ഒരു ക്വസ്റ്റ്യൻ എന്താ പറയാ, ടാക്സോണമിയിലെ നോളജ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണോ, അനാലിസിസ് ലെവൽ ക്വസ്റ്റ്യൻ ആണോ, ഇത് അതിന്റെ ഒരു പാറ്റേൺ തന്നെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാര്യം എടുക്കാം. നമുക്ക് ഈ ഓൺലൈൻ പരീക്ഷകൾ നടത്തുന്ന സമയത്തും ഇതൊരു വലിയ ഹഡിലാണ്. Explain the facts and figures behind സെക്കൻഡ് വേൾഡ് വാർ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ ഓൺലൈനിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടിരിക്കുകയാണ്. കുട്ടി എന്താ ചെയ്യുക, അടുത്ത ടാബിൽ ഇതേ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ മാറ്റർ കിട്ടും. അത് കോപ്പി ചെയ്യും, ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ആൻസർ ആയി. ഓക്കെ, പക്ഷെ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമുക്ക് അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ക്വസ്റ്റ്യനുകളിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ അത്തരം ക്വസ്റ്റ്യനുകൾക്കുള്ള ആൻസർ വളരെ കുറയും. നിങ്ങളുടെ കോളേജിന്റെ ഇപ്പോഴുള്ള സാഹചര്യം അനുസരിച്ച് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് ഇപ്പോഴായിരുന്നെങ്കിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് കോളേജിൽ സംഭവിക്കുമായിരുന്നത്? ഈ ഒരു ചോദ്യം ചോദിച്ചാൽ കുട്ടിക്ക് എന്തായാലും നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് ക്രിയേറ്റീവ് ലെവലിലാണ്. കാരണം കുട്ടിക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫാക്ട്സും, ഇനിയിപ്പോ ഇതില് ഒബ്ജക്റ്റിവിറ്റി വേറെ പ്രശ്നം കേട്ടോ. ഇതിലിപ്പോ ഏതാണ് ഒബ്ജക്റ്റീവായിട്ട് വാല്യൂ ചെയ്യാൻ പറ്റുമോ, ഇതൊരു ടീച്ചർ കാണുന്ന പെർസെപ്ഷനിലാണോ വേറെ ടീച്ചർ കാണുന്നത് മറ്റൊരു എലമെന്റ്. അപ്പൊ അതിനൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് വാല്യൂ പോയിന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് വലിയൊരു പണിയാണ്. ഒരു ടീം ഓഫ് ടീച്ചേഴ്സിന് തന്നെ വർക്ക് അവിടെ വേണ്ടിയത്. പക്ഷെ നമ്മൾ ഈ ഡിജിറ്റൽ ലേണിംഗിലേക്ക് കടക്കുമ്പോൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ച ഒബ്ജക്റ്റീവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്ന ഒരു വലിയ മാറ്റം വരുന്ന ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഭാഗത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ അടുത്ത ടോപ്പിക് ഏതായിരുന്നു അനിൽ സാർ? ഇവിടെ ഉണ്ടോ? ഉണ്ട് സാർ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇട്ട ക്വസ്റ്റ്യന്റെ ഓർഡറിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ മീൻ നെക്സ്റ്റ് ടോപ്പിക്. പറയാം. ലോഡ് ചെയ്യുന്നു. നമ്മൾ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞത് പ്രീവിയസ് നോളജ്, ഒബ്ജക്റ്റീവ്സ്, ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഫോംസ് ഓഫ് ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് ഏരിയകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഒബ്ജക്റ്റീവിനനുസരിച്ച്, ഐ മീൻ ടാക്സോണമിക് അനുസരിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. രണ്ട് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറുള്ള വ്യത്യാസം.
അതിലാണ് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്, ഷോർട്ട് ആൻസർ, എസ് എന്ന് പറയുന്നതൊക്കെ ആ ഒരു കാറ്റഗറിയിലാണ് വരിക. Then skills needed for the teacher ആണ്. അതുപോലെ സ്റ്റെപ്സ് ഓഫ് എ ക്ലാസ്, ഒരു ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ട സ്റ്റെപ്സും സ്കിൽസ് നീഡഡ് ഫോർ ദ ടീച്ചർ, ഇത് രണ്ടുമാണ് പറയാനുള്ള മറ്റു രണ്ട് എലിമെന്റ്. അതിൽ സ്റ്റെപ്സ് ഓഫ് ദ ക്ലാസ് ആദ്യം പറയാം. ബി എഡ് കഴിഞ്ഞവർക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, ഹെർബാഷ്യൻ സ്റ്റെപ്സ് ഓഫ് ലെസൺ പ്ലാനിങ് എന്നാണ് അവർ പഠിച്ചിട്ടുണ്ടാവുക. അതൊന്നും നമ്മളിപ്പോൾ പഠിക്കണ്ട. നമുക്കിപ്പോൾ ആകെ വേണ്ടത് ഒരു ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ആ ക്ലാസ്സിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പറയാനുള്ളതാണ്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ എന്ന് തുടങ്ങുന്ന രീതിയിലാണ് അദ്ദേഹം സ്റ്റെപ്സ് പറയുന്നത്. നമ്മൾ ക്ലാസ്സിൽ അറിയാതെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ. പ്രിപ്പയർ ദ മൈൻഡ് ഓഫ് ദ സ്റ്റുഡൻറ്. നമുക്ക് ക്ലാസ്സിന് പറ്റുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. കുട്ടിയുടെ മൈൻഡ് ഒന്ന് നമ്മുടെ ക്ലാസ് ലിസൺ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തെല്ലാം കൂടി 5 മിനിറ്റ് കൊണ്ട് നടക്കണം. ദെൻ പ്രസന്റേഷൻ, നമ്മുടെ ടോപ്പിക് പ്രസന്റ് ചെയ്യാം. ദെൻ കമ്പാരിസൺ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കമ്പയർ ചെയ്യാം. ദെൻ ജനറലൈസേഷൻ, നമുക്ക് ഈ ടോപ്പിക്കിനെ ജനറലായിട്ട് മറ്റ് ടോപ്പിക്കുകളുമായിട്ട് മറ്റു വിഷയങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താം എന്ന് പറയും. ഇതിനൊക്കെ 5 മിനിറ്റ് പോകാൻ പാടില്ല. അത് കഴിഞ്ഞൊരു റിവ്യൂ ഓർ റീക്യാപിറ്റുലേഷൻ. ഇങ്ങനെ 5 സ്റ്റേജുകളായിട്ട് ഒരു ക്ലാസ് പോകണം എന്നൊരു സ്റ്റെപ്പ് ഹെർബാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെസൺ പ്ലാൻ ഒക്കെ ചെയ്യുന്ന സ്കൂൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഈ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ ക്ലാസ്സിൽ ഇത് വന്നാൽ നല്ലത്. നമ്മൾ ഓൾ ഓഫ് എ സഡൻ ക്ലാസ്സിൽ വന്നിട്ട് ഇന്നലെ ഇതുവരെ ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞു തുടങ്ങാതെ കുട്ടിയുടെ മനസ്സിൽ തൊട്ട് മുന്നത്തെ ക്ലാസ് അവറിൽ വന്ന ടീച്ചർ വന്നു പോയ ഹാങ് ഓവറിലാണ് കുട്ടി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ കയറി വന്ന ഉടനെ തന്നെ 1-2 എന്താ പറയാ റാപ്പോ ഉണ്ടാക്കാനുള്ള 1-2 ചോദ്യങ്ങളും, അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഇന്നലത്തെ ക്ലാസ് എടുത്ത ടോപ്പിക്കിന്റെ ബാക്കി തന്നെയാണ് നമുക്ക് എടുക്കാനുള്ളത്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇന്നും ക്ലാസ് എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന് ഡെയിലി ലൈഫുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ, പേപ്പർ ന്യൂസുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ, ഇൻസിഡന്റുകളായിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യാനുണ്ടെങ്കിൽ, കുട്ടിയുടെ പ്രീവിയസ് നോളജ് ആയിട്ട് എന്തെങ്കിലും ലിങ്ക് ചെയ്യണ്ടേ, അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുട്ടിയെ സംബന്ധിച്ച് ആ ആദ്യത്തെ 5 മിനിറ്റ് നമുക്ക് അറ്റൻഷൻ ക്യാപ്ചർ കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള സമയം കുട്ടി അറ്റൻഡ് ചെയ്യും. അതേ ട്രെൻഡ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമ്മൾ ആദ്യം കാണിക്കുന്ന ഒരു സാധനം വളരെ അട്രാക്റ്റീവ്. ഓരോ ചാപ്റ്ററിലും നമ്മളുടെ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പോകുന്നത് അറിയാം ഡിജിറ്റൽ ക്ലാസ്സിൽ. ഓരോ ക്ലാസ്സിലും ആദ്യം കാണിക്കുന്ന ഒരു അട്രാക്റ്റീവ് സാധനം കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത സാധനം വായിക്കാനുള്ള, അടുത്ത വീഡിയോ കാണാനുള്ള ഒരു താല്പര്യം കുട്ടിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രിപ്പറേഷൻ സ്റ്റേജ്. ദെൻ പ്രസന്റേഷൻ സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ കണ്ടന്റ് വീഡിയോ നമ്മളെ വളരെ ഭംഗിയായിട്ട് ഒരാളെ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മിനിറ്റ്. ഓക്കെ, ഒരു വാണിംഗ് മാത്രം. ദെൻ പ്രസന്റേഷൻ സ്റ്റേജിൽ നമ്മൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യും. ഹലോ, ആരെയും കേൾക്കുന്നുണ്ടോ? ഇവിടെ കുറച്ച് വാണിംഗ് വരുന്നു. യു ആർ പ്രസന്റിങ് ബട്ട്. കേൾക്കുന്നുണ്ട്. സ്ക്രീൻ കാണാനുണ്ടോ? സ്ക്രീനിലാ വേർഡ് ഡോക്യുമെന്റ് ഇപ്പൊ മറ്റേ റെക്കോർഡിംഗ് സ്ക്രീൻ വന്നു OBSന്റെ. ശരി. ഓക്കെ. ദെൻ അടുത്തത് കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുമായിട്ട് ഇതേ ടോപ്പിക്ക് വരുന്ന മറ്റ് വിഷയങ്ങളുമായിട്ടും കമ്പയർ ചെയ്യുന്നതാണ് 3ാമത്തെ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ജനറലൈസേഷൻ. നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്ന ലേണിംഗ് എലമെന്റ് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുക, അതെങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിലേക്ക് നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ്, ഇതെല്ലാം ഒരു 5 മിനിറ്റ് വരാൻ പാടുള്ളൂ. അതിന് പറ്റുന്ന 1-2 കാര്യങ്ങൾ പറയാം. ലാസ്റ്റ് കാര്യം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മുഴുവൻ റിവ്യൂ ചെയ്ത് പറയാം, റീക്യാപിറ്റുലേഷൻ. ഇതാണ് ഹെർബാഷ്യൻ സ്റ്റെപ്സ് പറയുന്നത്. ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലും നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് മുറിയിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ദെൻ സ്കിൽസ് നീഡഡ് ഫോർ എ ടീച്ചർ. ഇത് ആക്ച്വൽ ക്ലാസ് റൂം പ്രാക്ടീസിലും ഡിജിറ്റൽ വേൾഡിലും രണ്ടാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിലേക്കുള്ള സ്കില്ലുകൾ പറയുന്നില്ല, കാരണം നമ്മൾ ഈ കോഴ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ ഇനി ലാസ്റ്റ് ഡേ വരെയും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ വേൾഡിലേക്കുള്ള സ്കില്ലിൽ തന്നെയാണ് നമ്മുടെ പ്രാക്ടീസ്.
ചെറിയ വ്യത്യാസം ക്ലാസ് റൂമിലെ സ്കില്ലുകൾക്കുണ്ട്. ക്ലാസ് റൂമിലെ സ്കില്ല് എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ വേൾഡിലെ സ്കില്ലൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഒന്ന് മനുഷ്യനൊരു സമൂഹ ജീവിതമുണ്ട്. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ചെറുപ്പത്തിലാണെങ്കിലും കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചിങ്ങും അത് തന്നെയാണ്. ഒരു തരത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ടീച്ചിങ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ആകുമ്പോൾ നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് പോലെ അല്ലാതെ ഇന്ററാക്റ്റീവായിട്ട് സംസാരിക്കാൻ ക്ലാസ്സിൽ പറ്റുന്നത് നല്ല സംസാരപ്രിയരായിട്ടുള്ള ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര വായാടിയായിരുന്ന കുട്ടികളൊക്കെ, ആൺകുട്ടികളും പെൺകുട്ടികളും, അവരൊക്കെ നല്ല ടീച്ചർമാരാകും. കാരണം അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, എങ്ങനെ ഇന്ററാക്ഷൻ തുടങ്ങണം എന്നറിയാം. അപ്പോൾ ആ ഇന്ററാക്റ്റീവ് മോഡിൽ അവർ ക്ലാസ് മുന്നോട്ടുണ്ടാവും. പക്ഷെ അവർക്ക് ചിലപ്പോൾ നല്ല പ്രസന്റർ ആവണമെന്നില്ല. പ്രസന്റർ മീൻസ് നമുക്കൊരു ടി വിയിലെ ന്യൂസ് വായിക്കാൻ പറ്റണമെന്നില്ല. കാരണം ടി വിയിലെ ന്യൂസ് വായിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് പരിപാടി. നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ വളരെ ഇടയ്ക്ക് മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഉള്ളത്. ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ ട്രാൻസിഷൻ വഴി എന്നുവെച്ചാൽ സ്കൂളിൽ കോളേജിൽ നന്നായിട്ട് ക്ലാസ്സിൽ ചെന്ന പല അധ്യാപകരും പറയുന്നത് ഡിജിറ്റൽ ക്ലാസ്സുകൾ വളരെ ബോറിംഗ് ആണ്. അതിന് കാരണം പറയുന്നത് ഒരു വർക്ക്ഷോപ്പിന് അല്ലെങ്കിൽ സെമിനാറിനൊക്കെ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ RP ആയിട്ട് റിസോഴ്സ് ബേസ്ഡ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതില്ലാതെ വെറുതെ മൈക്കിന്റെ മുന്നിൽ നിന്ന് ഓരോ ആളുടെയും എക്സ്പ്രഷൻ കാണാതെ മൈക്കിന്റെ മുന്നിലേക്ക് മാത്രം ഡെലിവർ ചെയ്യുന്ന ഒരു പ്രസന്ററായിട്ട് മാറുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ പറയുന്ന സ്കില്ലുകളൊക്കെ ക്ലാസ് റൂം ടീച്ചറെ സംബന്ധിച്ചുള്ള സ്കില്ലുകളാണ്. മൈക്രോ ടീച്ചിങ് സ്കിൽസ് എന്ന് പറയും. മൈക്രോ ടീച്ചിങ് സ്കിൽസ് അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പലതരത്തിലുള്ള മൈക്രോ ടീച്ചിങ് സ്കിൽസ് ഉണ്ട്. ടീച്ചിങ് സ്കില്ലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനെ പ്രാക്ടീസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തതാണ് മൈക്രോ ടീച്ചിങ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അതിൽ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്കില്ല്. സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷന്റെ പ്രത്യേകത ഒരു ടോപ്പിക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടി നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്ന ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചില ലെസൺ പ്ലാനുകളും ചില ലാബ് മെത്തേഡുകളൊക്കെ ഉണ്ട്. ലാബ് മെത്തേഡ് പ്രത്യേകിച്ച് ഒന്നുമില്ല. 5 മിനിറ്റിന് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ക്ലാസ് എടുക്കാൻ പറയും. അപ്പോൾ സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഒരു ടോപ്പിക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല ഡിവൈസുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ കട്ടിങ്ങോ സംഭവങ്ങളോ പ്രീവിയസ് നോളജോ നമുക്ക് ടീച്ചറും കുട്ടിയും മാത്രം പരിചയമുള്ള കോളേജിൽ ഒരു ഇൻസിഡന്റോ ഒക്കെ വെച്ച് തുടങ്ങും. അതിനെയാണ് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ദെൻ സ്കിൽ ഓഫ് എക്സ്പ്ലെയിൻ, നമുക്ക് അറിയാലോ, വിശദീകരിക്കാനുള്ള കഴിവ്. വിശദീകരിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ് എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ ഉപയോഗിച്ച് വിശദീകരിക്കുന്ന ടീച്ചേഴ്സിനെ കുട്ടികൾ ഓർത്തിരിക്കും. അത് കുറച്ച് ഹ്യൂമറസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നല്ലത്. ദെൻ സ്കിൽ ഓഫ് ക്വസ്റ്റ്യൻ, ഇത് പല ടീച്ചേഴ്സും ക്ലാസ്സിൽ ഉപയോഗിക്കാത്തതാണ്. നമ്മൾ സ്കിൽ ഓഫ് ക്വസ്റ്റ്യൻ വെച്ചാൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യമല്ല, നമ്മൾ ഇടയ്ക്ക് ഒരു ഇന്ററാക്ഷന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തന്നെ പല തരത്തിൽ. ഒരു കുട്ടിയോട് ചോദ്യം ചോദിച്ചാൽ കുട്ടിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അതൊന്ന് റീഫ്രൈസ് ചെയ്തിട്ട് അടുത്ത കുട്ടിയോട് ചോദിക്കാം. അങ്ങനെ കുട്ടികളിൽ നിന്ന് തന്നെ ആൻസർ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ടോപ്പിക്കിലേക്ക് എത്തിക്കാം. അതൊരു നല്ല എലിമെന്റ് ആണ് സ്കിൽ ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ സ്കിൽ ഓഫ് ഡെമോൺസ്ട്രേഷൻ ഞാൻ വരുന്നു. അത് എല്ലാ ടീച്ചേഴ്സും ചിലപ്പോൾ ആവശ്യം വരില്ല, എന്തെങ്കിലും സാധനം ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ. ദെൻ സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ഇത് വളരെ അത്യാവശ്യമുള്ള എലിമെന്റ് ആണ്. കുട്ടിയുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസിന് അപ്പം തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞത് സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ്. സ്കിൽ ഓഫ് ക്വസ്റ്റ്യനിങ് സമയത്ത് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവനൊരു റീഇൻഫോഴ്സ്മെന്റ്. അത് എങ്ങനെയാവും, അല്ലെങ്കിൽ ശ്യാമ് പറഞ്ഞ ഉത്തരം കേട്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ശ്യാമിന് അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതല്ലാതെ വെരി ഗുഡ് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയണ്ട. അവന്റെ പേരും നമ്മൾ ക്ലാസ് റിപ്പീറ്റ് ചെയ്താൽ പോലും അതൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. ദെൻ സ്കിൽ ഓഫ് ക്ലോഷർ, ഒരു ക്ലാസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് എങ്ങനെയാണ് വന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ റീക്യാപിറ്റുലേഷൻ ജനറലൈസേഷൻ റിവ്യൂവിൽ പറയുമ്പോൾ ഈ സ്കിൽ ഓഫ് ക്ലോഷർ ആണ് അവിടെ കടന്നത്. ദെൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സിനെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു എലമെന്റ് ആണ് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. സ്റ്റിമുലസ് വേരിയേഷൻ പറയുന്നത് നമ്മളിപ്പോ സ്ക്രീൻ കാണുന്ന സ്ക്രീനിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് ഒരേ സ്റ്റിമുലസിലേക്ക്, സ്റ്റിമുലസ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് നമ്മുടെ സെൻസേഷനെ, നമ്മുടെ സെൻസറി ഓർഗനെ റിസീവ് ചെയ്യാവുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകളൊക്കെ സ്റ്റിമുലസ് എന്നാണ് വിളിക്കുക. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ച, ശബ്ദം, ഇത് രണ്ടാണ് മെയിൻ. പിന്നെ ഈ ടേസ്റ്റും ടച്ചും ഒക്കെ വളരെ റെയർ ആയിട്ട് നമുക്ക് ക്ലാസ് റൂം കോണ്ടാക്സിൽ കാണാൻ പറ്റും. സൗണ്ടും വിഷനും തന്നെയാണ് പ്രധാനം. ടച്ചൊക്കെ വളരെ കുറവ്. അപ്പൊ ഈ സൗണ്ടും വിഷനും ഒരേ രീതിയിൽ നമുക്ക് വന്നുകൊണ്ടിരുന്നാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ടീച്ചറുടെ സൗണ്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു, ടീച്ചറുടെ ബോഡി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഈ സ്റ്റിമുലസ് വേരി ചെയ്യാം, അതാണ് സ്റ്റിമുലസ് വേരിയേഷൻ.
അപ്പൊ അതിനു വേണ്ടി എന്തൊക്കെ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോ ഈ ഓഡിയോ വിഷ്വൽ ഡിവൈസുകൾ വന്നപ്പോൾ ഒരു വലിയ മെച്ചം അതാണ്. നമുക്ക് വീഡിയോ കാണിക്കാം, പവർ പോയിന്റ് കാണിക്കാം, ബ്ലാക്ക് ബോർഡിൽ എഴുതാം എന്ന രീതിയിലൊക്കെ നമുക്ക് സ്റ്റിമുലസ് വേരി ചെയ്യാൻ വിഷയം. സൗണ്ടില് ടീച്ചർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയാതെ ഇടയ്ക്കൊന്ന് നിർത്താം, ഇടയ്ക്ക് ഒരു വോയിസ് മോഡുലേഷൻ കൊടുക്കാം. ഇതൊക്കെ ചെയ്യുന്ന രീതിയാണ് സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. ഇതൊരു ടീച്ചർ സ്കിൽ എലമെന്റാണ്. ഈ ഒരു സ്കില്ല് നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന എലമെന്റാണ്. സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് അതെ. നമ്മൾ ഈ യൂട്യൂബില് പാചകക്കുറിപ്പൊക്കെ പറയുന്നവരുടെ ഒരു കഴിവ് ആലോചിച്ച് നോക്കാം. അവര് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ നല്ല ഭംഗിയായിട്ട്, ചിലരുടെ വാചക കസരത്തായിരിക്കും കാരണം ഈ പാചകത്തെ കൂടുതൽ നടക്കുന്നുണ്ടാവും. അങ്ങനെ അവർക്ക് പറയാൻ പറ്റുന്ന സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ് ഉണ്ടാവും. അതിൽ തന്നെ വോയിസ് ഒക്കെ മോഡുലേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് പറയുന്ന പ്രസന്റേഷൻ. അപ്പൊ നമുക്ക് ടീച്ചേഴ്സിനും വേണ്ട രണ്ട് ക്വാളിറ്റി തന്നെയാണ് ഡിജിറ്റൽ വേൾഡിലായാലും. നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് മോഡുലേറ്റ് ചെയ്യാം. നമ്മുടെ മൈക്രോഫോണിനൊക്കെ കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ സാധാരണ കൺവെൻഷണൽ ലാപ്ടോപ്പ് ഏറ്റവും ബേസിക് ക്വാളിറ്റി ഉള്ള ഒരു ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ക്രിയേഷനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ ഇൻബിൽറ്റ് മൈക്രോഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഡിസ്പ്ലേ ക്യാപ്ചർ ചെയ്യുന്നതും സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നതും. ഇതിന്റെ ഇൻബിൽറ്റ് ക്യാമറയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി നന്നാക്കുകയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ വേൾഡിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ്, കാരണം സൗണ്ടിനൊക്കെ ഈ 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെ നമ്മളോട് വെറുതെ പറയണമല്ല. നമ്മുടെ മൈക്രോഫോണൊന്നും എല്ലാ മൈക്രോഫോണിലും മുഴുവൻ ക്യാപ്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. അപ്പൊ നമ്മുടെ സൗണ്ടിൽ ഈ പറയുന്ന ഫ്രീക്വൻസി സൗണ്ട് വന്നാലും മൈക്ക് അത് ക്യാപ്ചർ ചെയ്യണമെന്നില്ല. പക്ഷെ ക്ലാസ് റൂമിൽ അങ്ങനെയല്ല. കുട്ടിയുടെ ചെവിക്ക് കപ്പാസിറ്റി ഉണ്ട്, നമ്മുടെ എന്താ പറയാ ത്രോട്ടലിന് കപ്പാസിറ്റി ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല. ഹൈ പിച്ചിലൊന്നും ചിലപ്പോൾ പോകാൻ പറ്റില്ല, അതുപോലെ ഭയങ്കര ബാസിലും പോകാൻ പറ്റുന്നില്ല. എന്നാലും നമുക്ക് കുറേയൊക്കെ ഫ്രീക്വൻസി ചേഞ്ചിലൂടെ നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്ത് നമുക്ക് ക്ലാസ് റൂം അട്രാക്റ്റീവ് ആക്കാം. ദെൻ ടോണ്, ഇൻറ്റോനേഷൻ, പിച്ച്, 3 എലമെന്റ് ഉണ്ട് ശരിക്കും സൗണ്ടിന്. അതിൽ തന്നെ പോസിങ് നല്ലൊരു എലമെന്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് നിർത്തിയാൽ, പക്ഷെ ഡിജിറ്റൽ വേൾഡിൽ അത് വേണ്ട. കാരണം വെച്ചാൽ നമുക്കിത് ലാഗിങ് വല്ലാതെ ഫീൽ ചെയ്യും. ഒരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരിക്കാത്തത് നമ്മള് ഈ ലാഗിങ്ങുകളുണ്ടാകും. നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാൻ നമുക്ക്, കാരണം അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് അടുത്ത കുറച്ചൊന്ന് നീക്കി വെക്കാം, ഡ്രാഗ് ചെയ്ത് കാണാം. അങ്ങനെ വീഡിയോ കാണുന്നവരുണ്ട്. കുട്ടികളൊക്കെ വീഡിയോ കാണാൻ അങ്ങനെ കാണും, അവർ ഡ്രാഗ് ചെയ്തേ കാണും. അല്ലാണ്ട് ഫുള്ളായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ നിന്ന് കാണുമ്പോൾ പ്രതീക്ഷിക്കരുത്. പിന്നെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ അവർ പിന്നീട് തിരിച്ചു വരും. അതൊരു മെച്ചം കൂടി ഇതുകൊണ്ട് ഡിജിറ്റൽ ക്ലാസ്സിൽ ഈ പോസിംഗ് വേണമെന്നില്ല, ലൈവ് ക്ലാസ്സിൽ വേണം. ലൈവ് ക്ലാസ്സിൽ പോസിംഗ് ഉള്ളത് നല്ലതാണ്. പക്ഷെ നമ്മുടെ റെക്കോർഡഡ് വീഡിയോയില് അങ്ങനത്തെ പോസിംഗ് ഒക്കെ ഒഴിവാക്കി കോമ്പാക്ട് ആയിട്ട് വീഡിയോ എടുക്കുകയായിരിക്കും നല്ലത്. അപ്പൊ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷനും നമുക്ക് ഈ ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആക്ച്വൽ ക്ലാസ് റൂമിൽ ഉപയോഗിക്കപ്പെടുത്താൻ പറ്റുക. സ്കിൽ ഓഫ് ബ്ലാക്ക് ബോർഡ് പറയുന്നില്ല, കാരണം ബ്ലാക്ക് ബോർഡ് മറ്റൊരു എലമെന്റ് ആണ്. പ്രോബ്ലം ചെയ്യുന്ന ടീച്ചേഴ്സിനൊക്കെ എപ്പോഴും ഡിജിറ്റൽ വേൾഡിൽ അത്യാവശ്യമുണ്ട്. അതിന് കുറെ ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ടെലിഗ്രാമിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീച്ചിങ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട്, അതിനെ മൈക്രോ ടീച്ചിങ് സ്കിൽ എന്ന പേരിലാണ് നമ്മൾ പറയുന്നത്. ദെൻ അസസ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ആണ് ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഫോംസ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ദെൻ ഡിജിറ്റൽ ടാക്സോണമി ഓഫ് ഈ കണ്ടന്റ്. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മളിപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ധാരാളമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലോ. വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു കാര്യം ആലോചിച്ചിട്ടാണ്, ചില ആൾക്കാർ ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജും ഇടില്ല, ഒരു റിയാക്ഷനും ഇല്ല, പക്ഷെ ഗ്രൂപ്പിലുണ്ടാവും, എല്ലാ മെസ്സേജസും അവർ കാണുന്നു, അവർ വായിക്കുന്നു വിടുന്നു എന്നാണെങ്കിൽ അവരെ നോളജ് ലെവലിലാണ്. അതല്ല, അവരെ ആ വായിച്ച കാര്യം ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ്. ബ്ലൂമിന്റെ ടാക്സോണമി തന്നെ ഡിജിറ്റൽ വേൾഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കുന്ന ആലോചിച്ചാൽ. ദെൻ അവര് അത് കണ്ടു, വായിച്ചു, മനസ്സിലാക്കി, എന്നിട്ട് അത് അവര് ഗ്രൂപ്പിൽ ഒരു റിയാക്ഷനും ഇല്ല, അവരത് ട്രൈ ചെയ്ത് നോക്കും, അവരത് അപ്ലൈ ചെയ്ത് നോക്കും ആപ്ലിക്കേഷൻ ലെവലിലേക്ക്. ചിലരങ്ങനെയൊന്നുമല്ല, ഈ മെസ്സേജ് കിട്ടിയോണ്ട് ഈ മെസ്സേജ് ശരിയല്ലല്ലോ, ഇതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ ഈ മെസ്സേജിന്റെ ഇന്ന എലമെന്റുകൾ കറക്റ്റ് ആണ്, ഇന്ന എലമെന്റുകൾ തെറ്റാണ് എന്ന് അവർ മനസ്സിലാക്കും. അവർ അനാലിസിസ് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴും ഇനിയുണ്ട് ലെവൽ. അവര് ഈ നമ്മളെ മെസ്സേജിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി, ചിലര് അത് കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ശരി തെറ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് പറയാം. നമ്മളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മെസ്സേജ് തെറ്റാണ്, നാരീലത എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹിമാലയ സാനുക്കളിലൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ള നമ്മൾ മെസ്സേജ് കണ്ടിട്ടുള്ളത്. ഹിമാലയ സാനുക്കളിൽ നാരീലത എന്ന് പറഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് ശരിയാണ്. അപ്പൊ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഫേക്ക് ആണെന്ന് കണ്ടെത്തി അത് താഴെ റിയാക്ട് ചെയ്യുന്നു ആ ടീച്ചർ, അല്ലെങ്കിൽ ആ വ്യക്തി താഴെ റിയാക്ട് ചെയ്യുന്നു, ഈ മെസ്സേജിൽ ഇങ്ങനെ എലമെന്റുകൾ ഫേക്ക് ആണ് എന്ന് പറയുമ്പോൾ ആ ടീച്ചറെ ഇവാലുവേഷൻ ലെവലിൽ, ഡിജിറ്റൽ വേൾഡ് ഇവാലുവേഷൻ ലെവലിലാണ്.
ഇതിനൊക്കെ അപ്പുറത്താണ് ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തതാണ്. അത് ഫേക്ക് ആയിക്കോട്ടെ നല്ല മെസ്സേജ് ആയിക്കോട്ടെ, അയാളുടെ അയാളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേൾഡിലെ ക്രിയേറ്റർ ആണ്. അപ്പൊ ഈ ഡിജിറ്റൽ വേൾഡിലും അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇന്ററാക്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ പല തരത്തിലുള്ള ആൾക്കാരെ കാണാം. സ്വന്തമായിട്ട് മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിരുന്നവർ അതിന്റെ ഹയസ്റ്റ് ലെവലിലായിട്ട് ക്രിയേറ്റിവിറ്റി ലെവലിലാണെങ്കിൽ അത് വെറുതെ വായിച്ചു വിടുന്ന ആൾക്കാർ നോളജ് ലെവലിലാണ്. ഇതാണ് ഡിജിറ്റൽ ടാക്സോണമി. ഇതിൽ ടീച്ചറിന്റെ ഡ്യൂട്ടി ആ ലാസ്റ്റ് 2 ലെവലിലാണ്, ഇവാലുവേഷൻ ആൻഡ് ക്രിയേറ്റ്. ഡിജിറ്റൽ വേൾഡിലെ ഇപ്പൊ നമ്മൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ ടെക്സ്റ്റ് ബുക്കില് ഇന്റർനെറ്റിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് വെറുതെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ടാൽ മതി. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണം ടീച്ചർ ചെയ്യാൻ. അതാണ് ആ ഇവാലുവേഷൻ ഡ്യൂട്ടി. നമുക്കൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മെറ്റീരിയൽ കമ്പൈൽ ചെയ്യാൻ വളരെ ഫാസ്റ്റ് ആണ്, കാരണം മിക്കവാറും കണ്ടന്റുകളൊക്കെ നെറ്റിലുണ്ട്. അതെല്ലാം കമ്പൈൽ ചെയ്ത് കറക്റ്റ് ആണോ നോക്കി നമുക്ക് എടുത്തിട്ടാൽ മതി. പക്ഷെ ആ കറക്റ്റ് ആണോ നോക്കുക എന്ന് പറയുന്ന ഇവാലുവേഷൻ സ്റ്റേജ് നമ്മുടെ ടീച്ചർ ചെയ്യണം. ഇനി അതങ്ങനെ നമ്മൾ മെറ്റീരിയൽ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം, ക്രിയേറ്റ് ലെവൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഇന്ന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ധാരാളം വീഡിയോസ് വന്നിട്ടുണ്ട്. ആ സ്റ്റേജ് ക്രിയേറ്റ് ലെവലിലാണ്. നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും, നമ്മുടേതായിട്ടുള്ള ഒരു വീഡിയോ, ഈ കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. അതാണ് നമ്മുടെ ഡിജിറ്റൽ വേൾഡിലെ ലാസ്റ്റ് സ്റ്റേജ്. ഇനി എനിക്കിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് പ്രീവിയസ് നോളജ്, ദെൻ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഒരു ക്ലാസിന്റെ സ്റ്റെപ്പുകൾ പറഞ്ഞു, ദെൻ ടീച്ചറുടെ സ്കില്ലുകൾ പറഞ്ഞു, ദെൻ ലേണിംഗ് തിയറി. ലേണിംഗ് തിയറി വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ഇപ്പോ സ്കൂൾ ലെവലിൽ, ഹൈസ്കൂൾ ലെവലിൽ, ഹയർ സെക്കൻഡറി ലെവൽ വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്ന 2 രീതികളാണ്. ഒന്ന് പഴയ രീതിയായിട്ടുള്ള ബിഹേവിയറിസം, 2 പുതിയ രീതിയായിട്ടുള്ള കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഐഡിയ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം നമ്മൾ ഗുരുത്വാകർഷണം എങ്ങനെയാണ് പഠിച്ചതെന്ന് ആലോചിച്ചാൽ മതി. ഗുരുത്വാകർഷണം എന്ന് പറയുന്ന നോളജ് നമുക്ക് കിട്ടിയത് 5-ലോ 7-ലോ മറ്റോ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു, ഇതിനെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നു. ടീച്ചർക്ക് ഈ നോളജ് കിട്ടിയത് വേറെ ബുക്ക് നിന്നാവാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിന്നാവാം. ആ ബുക്ക് എഴുതിയാൾക്ക് വേറെ ബുക്ക് നിന്ന് കിട്ടി, നമ്മൾ ആ ബുക്ക് എഴുതിയാൾക്ക് വേറെ ബുക്ക് നിന്ന് കിട്ടി. ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ നോളജ് ആദ്യമായിട്ട് വന്നത് ഐസക് ന്യൂട്ടൺ അല്ലെ? ഐസക് ന്യൂട്ടൺ ആണ് ഈ ഐഡിയ ആദ്യമായിട്ട് പറഞ്ഞതെന്ന് പറയും. അപ്പൊ ന്യൂട്ടൺ എവിടെ നിന്ന് ഈ നോളജ് കിട്ടിയെന്ന് വെച്ചാൽ അപ്പൊ എല്ലാവരും പറയും, ചിലപ്പോൾ ഒരു പഴയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്നുള്ളത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, പക്ഷെ ഇതൊക്കെ പോട്ടെ. അപ്പൊ ഈ ന്യൂട്ടൺ എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടിയെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം ന്യൂട്ടന്റെ അനുഭവത്തിൽ നിന്നാന്ന് പറയും. അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. ന്യൂട്ടന്റെ 2 അനുഭവം ഞാൻ പറയാം. ഒന്നെങ്കിൽ ന്യൂട്ടൻ തലയിൽ ആപ്പിൾ വീണു, അതൊരു അനുഭവം. അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, ന്യൂട്ടന് ഒരു സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് ന്യൂട്ടന് ഒരു ഒബ്സർവേഷൻ ഉണ്ടായി, എല്ലാ സാധനങ്ങളും താഴേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായി. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ന്യൂട്ടനെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഈ 2 അനുഭവവും ന്യൂട്ടന് മുന്നേ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? തലയിൽ കല്ലോ മണ്ണോ ആപ്പിളോ എന്തെങ്കിലും വീണ ആൾക്കാർ ന്യൂട്ടന് മുന്നേ ഉണ്ട്. പല സാധനങ്ങൾ താഴേക്ക് വീഴുന്നത് 2 ആൾക്കാരും ന്യൂട്ടന് മുന്നേ ഉണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് നിന്നാണ് ഈ നോളജ് ഉണ്ടായതെങ്കിൽ ദാറ്റ് ഇസ് റോങ്. ആ എക്സ്പീരിയൻസ് നിന്ന് താഴേക്ക് വീഴുന്ന സാധനം കണ്ട എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നടത്തിയ ഒരു പ്രോസസ്, ഒരു കോഗ്നിറ്റീവ് പ്രോസസ്. ന്യൂട്ടനും ഈ ഭൂമിയുടെ കേന്ദ്രത്തിലുള്ള ആകർഷണ ശക്തി കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു ശക്തി ഉണ്ടാകാം എന്ന് പറയുന്ന ഒരു തോട്ട്, ഒരു ഇഗ്നൈറ്റ് അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ നടക്കുന്നതാണ് നോളജ്. അതാണ് കൺസ്ട്രക്റ്റിവ്സിന്റെ ബേസ്. നോളജ് ഈസ് നോട്ട് ജസ്റ്റ് ട്രാൻസ്ഫേർഡ് ബട്ട് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്. എല്ലാ നോളജ് അങ്ങനെ പോസിബിൾ ആണെന്നൊക്കെ ചോദിക്കും, പക്ഷെ ലോകത്തിലെ എല്ലാ നോളജും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. ആരെങ്കിലും ഒരാളെ മനസ്സിലാകുന്ന മാത്രമേ. ആ ഒരു പ്രോസസ്സ് കുട്ടിയുടെ ബ്രെയിനിൽ കൂടി എത്തിക്കുക, നോളജ് മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലെ നോളജ് മുഴുവൻ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയല്ല വേണ്ടത്. അതിന് പകരം കുട്ടിക്ക് തിങ്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഐഡിയയിലേക്ക് തന്നെ കുട്ടിയുടെ തിങ്കിങ് എത്തിക്കാനുള്ള സാഹചര്യം ക്ലാസ്സിൽ ഒരുക്കുകയാണ് വേണ്ടത് എന്ന രീതിയിലേക്ക് ക്ലാസ്സിൽ വന്നൊരു മാറ്റമാണ് കൺസ്ട്രക്റ്റിവിസം. ഇതാണ് ലേണിംഗ് തിയറിയിലെ ഒരു വലിയ മാറ്റം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മള് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഐൻസ്റ്റീന് കൊടുക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു ഇന്റലിജൻസ് ടെസ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 120 എബോവ് സ്കോർ കിട്ടുമായിരുന്നു. ഇനി ഇന്റലിജൻസിന് സൈക്കോളജിസ്റ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നല്ല ഡെഫിനിഷൻ എനിക്ക് ഓർമ്മയില്ല, ആൽപോർട്ടിന്റെ മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്, എബിലിറ്റി ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെന്റ്. ഏതാണ്ട് അതുപോലെയാണ്, ഒരു സൈക്കോ സോഷ്യൽ എബിലിറ്റിയാണ്
സൈക്കോ സോഷ്യൽ എബിലിറ്റിയാണ്. സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് ഇന്റലിജൻസ് എന്നാണ് ഈ ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ഒന്നെങ്കിൽ അവരുടെ ഈ ഡെഫിനിഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് തെറ്റാണ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സൊസൈറ്റിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളെ എടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇന്ത്യക്കാരൻ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും സച്ചിൻ ടെണ്ടുൽക്കർ അതിലുണ്ട്. നന്നായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുന്ന നല്ല ഒരു പേഴ്സണാലിറ്റി. ഇനി അന്ന് ഐൻസ്റ്റീന് കൊടുത്ത ടെസ്റ്റ് എടുത്തിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ കൊടുത്താൽ ചിലപ്പോൾ ഈ സ്കോർ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ കിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ, കാരണം നമ്മള് സച്ചിന്റെ നമുക്കൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് കൂടി അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ഇന്റലിജൻസ് തിയറി തെറ്റാണ്, അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് തെറ്റാണ്. ഇന്റലിജൻസ് ഡെഫിനിഷൻ തെറ്റാണ്, അല്ലെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് തെറ്റാണ്. അതിന് ഒരു മറുപടി പറഞ്ഞത് ഹവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇന്റലിജൻസ് ഈസ് നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി. ഒരു സിംഗിൾ ആയിട്ടുള്ള നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയിട്ടുള്ള എബിലിറ്റി മാത്രമല്ല, അതിന് പല തലങ്ങളുണ്ട്. അതിനെയാണ് അദ്ദേഹം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വിളിച്ചത്. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള ബോഡിലി കൈനസ്തെറ്റിക്, ലിംഗ്വിസ്റ്റിക്, നാച്ചുറലിസ്റ്റിക്, ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, മ്യൂസിക്കൽ തുടങ്ങിയ 9 തരം ഇന്റലിജൻസ് അദ്ദേഹം ആദ്യം പറഞ്ഞു. ഇപ്പൊ 13 തരം ഇന്റലിജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി ആൾക്കാർ കൂടിയുള്ള 13 തരം ഇന്റലിജൻസ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ഈ 13 തരം ഇന്റലിജൻസുള്ള കുട്ടിയായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുന്നത്. ആ കുട്ടിക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ഹിസ്റ്ററിയിലെ കുറെ വാക്കുകൾ പറഞ്ഞ് ബൈഹാർട്ട് ചെയ്ത് പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടാവില്ല. ആ കുട്ടി ചിലപ്പോൾ നന്നായി ചിത്രം വരയ്ക്കും. ഓക്കെ, അപ്പൊ ആ കുട്ടിയുടെ ഇന്റലിജൻസ് ആണ് സ്പേഷ്യൽ ഇന്റലിജൻസിലാണ്. ഈ കുട്ടി ചിലപ്പോൾ നന്നായിട്ട് കളിക്കും, നല്ല പ്ലെയർ ആയിരിക്കും. അപ്പൊ ഏത് തരത്തിലാണ് ആ കുട്ടിയുടെ ഇന്റലിജൻസ് എങ്കിൽ അതിലേക്ക് ഡെവലപ്മെന്റ് നടക്കണം സ്കൂൾ കോളേജ് ലേണിങ്ങുകൾ എന്ന രീതിയിലാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്ട്, നമ്മുടെ ഈ അക്കാഡമിക് സബ്ജക്റ്റുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന 2 ഇന്റലിജൻസിലും മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ഇന്റലിജൻസും ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും ഇതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനപ്പുറം മറ്റ് ഇന്റലിജൻസുകൾക്കുള്ള സാധ്യത കൂടി കാണാൻ ടീച്ചേഴ്സ് മോട്ടിവേറ്റഡ് ആവണം എന്നുള്ളതാണ് ലേണിംഗ് തിയറിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ലേണിംഗ് തിയറിയുടെ ഒരു ഫയല് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ LMS ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം, അതിന്റെ വ്യത്യാസങ്ങൾ കാണാം. അതുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം നമ്മുടെ ക്ലാസ്സിലേക്ക്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്വസ്റ്റ്യനും ഡിജിറ്റൽ ടാക്സോണമിയാണ്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് നമുക്കിത് ഇത്രയും പറയാൻ 12 മണിയായി. നമ്മൾ ഏതാണ്ട് 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. എത്രയും സമയം വേണ്ടി വരില്ല. പക്ഷെ അത് നമുക്ക് വായിച്ച് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും. ഈ ഒരു എലമെന്റുകൾ കൂടി നമ്മുടെ പ്രിപ്പയർ ചെയ്യുന്ന മെറ്റീരിയലിലേക്ക് കൊണ്ടുവരും. നമ്മുടെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ നമുക്ക് ഇപ്പൊ നാളെ മുതൽ നമുക്കൊരു കോഴ്സ് നടത്താം. നമ്മുടെ സബ്ജക്റ്റിൽ, നമ്മുടെ ഹിസ്റ്ററി ആണെങ്കിൽ അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്, നമ്മൾ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ, നാളെ ഡിഗ്രിക്കാർക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അതിലേക്ക് ആ ക്ലാസ്സിലേക്ക് വേണ്ട ഒബ്ജക്റ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കംസ് എന്താണ് ലിസ്റ്റ് ചെയ്യുക. നമ്മുടെ ഈ കോഴ്സിന്റെ ഫസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ലേണിംഗ് ഔട്ട്കംസ് ഇതൊക്കെയാണ്. അതേപോലെ ഒരു ലേണിംഗ് ഔട്ട്കം ലിസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് പഠിക്കണമെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് വേണ്ട ഈ ഡിഗ്രി കുട്ടികൾക്ക് വേണ്ട പ്രീ റിക്വസിറ്റ്സ് എന്താണ്, ഡിഗ്രി കുട്ടികൾ തന്നെയാണെങ്കിൽ ചിലപ്പോൾ PG ആവാം, അവർക്ക് വേണ്ട പ്രീ റിക്വസിറ്റ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഈ കണ്ടന്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻസ്, ഒരു അസസ്മെന്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. അത് തന്നെ പല തലത്തിൽ, ഞാൻ പറഞ്ഞ നോളജ് അണ്ടർസ്റ്റാൻഡിംഗ് ആപ്ലിക്കേഷൻ അനാലിസിസ് ഇവാലുവേഷനിലെ ഏതെങ്കിലും ലെവലിലേക്ക് ചോദ്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റും നോക്കാം. MCQ മാത്രമാക്കാതെ നിർത്താൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓട്ടോ ഇവാലുവേഷൻ നടക്കുക MCQയിലൊക്കെ ആയിരിക്കും, ഒബ്ജക്ട് ടൈപ്പിലായിരിക്കും. അവിടെ ഡിസ്ക്രിപ്റ്റീവ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ഓട്ടോ ഇവാലുവേഷൻ നടക്കില്ല. പിന്നെ പിയർ ഇവാലുവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സാധനം ഒന്ന് തയ്യാറാക്കി വെച്ചാൽ മതി. അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ശരിക്കും അവിടെ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വേണമെങ്കിൽ ഉണ്ട്. അങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ഇത്രയാണ് എനിക്കിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒരു 1-2 ഫീഡ്ബാക്ക് കൂടി പറയാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.